ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഹരമാകാൻ ഇന്ത്യൻ എന്ന ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ 2 നാളെ തിയേറ്ററുകളിൽ 200 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് കമൽഹാസനെ നായകനാക്കി സംവിധായകൻ ശങ്കർ ചിത്രമൊരുക്കിയിട്ടുള്ളത്. 5 ഭാഷകളിലാണ് ഇന്ത്യൻ 2 പുറത്തിറക്കുന്നത്. 28 വർഷങ്ങൾക്കിപ്പുറം സേനാപതിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ പ്രേക്ഷകർക്ക് അവസരമൊരുങ്ങുന്നു. സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് ഇന്ത്യൻ 2. അഴിമതിക്കെതിരായ അപ്ഡേറ്റഡ് ആന്റിവൈറസ് ആണ് ചിത്രമെന്ന് ഇന്ത്യൻ 2-വിൽ പ്രധാന വേഷങ്ങളിലൊന്നിൽ അഭിനയിക്കുന്ന നടൻ സിദ്ധാർത്ഥ് പറയുന്നു. நம்ம கம்ப்யூட்டர்ல ஆன்டிவைரஸ் சாஃப்ட்வேர் போடுவோம் இல்லையா, அது ஒரு வாட்டி போட்டுட்டு அப்படியே விட்டுற மாட்டோம்ல, எவ்ரி இயர் அதை அப்டேட் பண்ணிக்கிட்டே இருப்போம்ல. ஸோ இந்தியன் வரப்போ கரப்ஷன் பற்றி, ஜீரோ டாலரன்ஸ் பற்றி அந்த படம் பேசிச்சு. அந்த படத்துக்கு அப்புறம் இன்னும் அது தேவைப்படுது. 2024 we need somebody to talk about corruption that is still there. It's the oldest cancer and it is still there. So ഇത് ഒരു അപ്ഡേറ്റഡ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്നാ சொல்லுவேன். കൊച്ചിയിൽ നടന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മലയാളത്തിന്റെ അനശ്വര നടൻ നെടുമുടി വേണുവിനെ അനുസ്മരിക്കുവാനും കമലഹാസൻ മറന്നില്ല. I miss നെടുമുടി വേണു. While we were acting, he said almost സുഖമില്ലാതെ കടന്ന് അറിയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ബട്ട് ഐ ഓൾമോസ്റ്റ് മിസ് ദ ഫിലിം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇവിടെ അയാളുള്ള പോലെ തോന്നുന്നു. 6 മാസത്തിനകം ഇന്ത്യൻ 3-യും പ്രേക്ഷകരുടെ മുന്നിലെത്തുമെന്നാണ് സംവിധായകൻ ശങ്കർ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ 2 ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് അടുത്ത ചിത്രത്തിന്റെ ട്രെയിലറും കാണാം. 1996-ൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത ഇന്ത്യൻ ചിത്രത്തിൽ AR റഹ്മാൻ സംഗീതം നിർവഹിച്ചപ്പോൾ അനിരുദ്ധ് രവിചന്ദ്രാണ് രണ്ടാം ഭാഗത്തിന് സംഗീതം ഒരുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സിദ്ധാർത്ഥ്, രാഹുൽ പ്രീത് സിംഗ്, ബോബി സിംഹ, ഗുരു സോമസുന്ദരം തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുമുണ്ട്. ജനം, കൊച്ചി.